എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഔഷധ സസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമുക്കിന്നറിയാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം. 25 വർഷം കൊണ്ട് പത്തനാപുരത്ത് ആയുശ്രീയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഔഷധ സസ്യം പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ ഭക്ഷണത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊക്കെ അവരുടെ ആരോഗ്യത്തെപ്പറ്റി നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. ഇന്നത്തെ തലമുറയ്ക്ക് ഇതെന്താണെന്ന് കൂടി അറിയില്ല. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി അറിയാം. ചങ്ങലം പരണ്ട അഥവാ അസ്ഥി ശൃംഖല, ഇത് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ്. പ്രധാനമായിട്ടും അസ്ഥി തേയ്മാനം, അസ്ഥിക്ഷയം. നമുക്കറിയാം അസ്ഥിക്ഷയം ഇന്ന് ധാരാളം പേർക്കുണ്ടാകുന്ന ഒരു അസുഖം തന്നെയാണ്. അതായത് അസ്ഥി തേഞ്ഞ് നമുക്ക് ഒരു പ്രായമാകുമ്പോൾ സ്ത്രീകളിൽ പീരീഡ്സ് ഒക്കെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിക്ഷയം, അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗത്തെ വളരെ ഫലപ്രദമായി ചെറുക്കുവാൻ കഴിയുന്ന ഒരു ഔഷധമാണ് ഇത്. അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് ഉള്ളവർക്കും ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണത്തിലൂടെ നമുക്ക് ഉപയോഗിച്ചാൽ ആ ഒരു പ്രശ്നത്തെ പൂർണ്ണമായും പരിഹരിക്കുവാനും കഴിയും. അസ്ഥി ഒടിവ് പോലെയുള്ള, ഇപ്പം നമുക്ക് ഒരു ഫ്രാക്ചർ ഉണ്ടായെന്നിരിക്കട്ടെ, അപ്പോൾ തന്നെ അത് പെട്ടെന്ന് ഹീലാവണമെങ്കിൽ മറ്റ് ഔഷധങ്ങളോടൊപ്പം നമുക്ക് ഈ സസ്യം കൂടി ഉപയോഗിക്കാവുന്നതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനുള്ള ഈ ചെടി മറ്റ് വാതരോഗങ്ങളിലും നമുക്ക് ഭക്ഷണയോഗ്യമായിട്ടും ഔഷധയോഗ്യമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുള്ള ഒരു രോഗം തന്നെയാണ് മുട്ട് തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ആ ഒരു അവസ്ഥയിൽ ഈ ഔഷധം കൊണ്ട് നമുക്ക് മുട്ട് തേയ്മാനത്തെ തടയുന്നതിനും നീർക്കെട്ടും വേദനയും കുറയ്ക്കുന്നതിനും കഴിയും. ഈ സസ്യം എങ്ങനെയാണ് നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇത് സിമ്പിളായിട്ടൊരു ചമ്മന്തി അരച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ദാല്, നമുക്ക് പരിപ്പ് കറിക്കിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പല രീതിയിൽ നമുക്കിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. എന്തിനു പറയുന്നു, ഇതിൻ്റെ കട്ടിയുള്ള തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം ഇത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കഴിക്കാം. പയറ് മെഴുക്കുപുരട്ടിയുടെയോ കോവയ്ക്ക മെഴുക്കുപുരട്ടിയുടെയോ ഒക്കെ ചേർത്ത് നമുക്കിത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കഴിച്ചാൽ ഇതിൻ്റെ രുചി പ്രത്യേകിച്ചൊന്നും മാറുകയുമില്ല. ഇത് വെച്ച് ഒരു നല്ല ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, അതിൻ്റെ മറുപടിയും നൽകുന്നതാണ്. അടുത്തൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.